10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവർ എന്ത് ചെയ്യണമെന്നാ? എന്ത് ചെയ്യണം? നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പ ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ നിങ്ങൾ എന്തിനാ തിരിഞ്ഞു നോക്കണേ? ആരും ഉണ്ടാവത്തില്ല, വെറുതെ നോക്കണ്ട. നിസ്കരിക്കാത്തതിന്റെ പേര് മക്കളെ തല്ലിയ ഏതെങ്കിലും ഒരു വാപ്പായും ഉമ്മയുണ്ടോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തല്ലാൻ പോയി നോക്ക്. വാപ്പയെങ്ങാണം മക്കളെ തല്ലാൻ പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും. പണ്ടൊരുത്ത ഹജ്ജിന് പോയിട്ട് ജംറയിൽ ചെന്ന് കല്ലെറിയുമ്പോ ശൈത്താനെയാണ് കല്ലെറിയുന്നത്. അപ്പൊ ശൈത്താൻ ചോദിക്കുന്നുണ്ട്, അളിയ നമ്മൾ തമ്മിൽ ഇത് വേണോന്ന്. ഇതുപോലെ വാപ്പ നിസ്കരിക്കാത്ത മക്കളെ തല്ലാൻ വേണ്ടി വടിയെടുത്തോണ്ട് പോയാ മക്കള് വാപ്പാനെ നോക്കിയിട്ട് ചിരിക്കും, ഉമ്മാനെ നോക്കിയിട്ട് ചിരിക്കും. മക്കൾ എന്താ പറയണെന്നറിയോ? ആദ്യം നിങ്ങളൊന്ന് പോയി നിസ്കരിക്കുക വാപ്പ, ആദ്യം നിങ്ങളൊന്ന് നിസ്കരിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ 7 വയസ്സുള്ളവരോട് നിസ്കരിക്കാൻ കൽപ്പിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിക്കാത്തവനെ തല്ലണമെന്നൊക്കെ പറയുന്നില്ല. ഇപ്പൊ തല്ലലൊന്നും പറ്റൂല, തല്ലി അകത്തു പോയി കിടക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമലൈക്കും. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. സിറാജ് ഖാസിം വാളും നല്ല നല്ല വാളാണ്. എല്ലാവരും നോക്കണം. നല്ല ബിസിൻ വാള്. പിന്നെ ഷെയർ ആക്കണം, ലൈക്ക് കൊണ്ട് ഒത്തണം, പിന്നെ ബെല്ലൈക്കൺ ഒത്തണം. പിന്നെ എല്ലാ വലിയ വീഡിയോസ് എല്ലാം നോക്കണം പ്ലീസ്. നിങ്ങൾ സപ്പോർട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും ഷെയർ ആക്കണം, മാക്സിമം ഷെയർ ആക്കണം, മാക്സിമം. പിന്നെ എൻ്റെ ടൈമെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് മെയിനായിട്ട്. പിന്നെ എല്ലാം കോപ്പറേറ്റ് എല്ലാം മെയിൻ. പ്ലീസ് സപ്പോർട്ട് വേണം മെയിനായിട്ട്. ഓക്കെ.